ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പ്രചാരണം കഴിഞ്ഞു, ഇനി പോളിംഗ് ബൂത്തിലേക്ക്. പ്രധാന വാർത്തകൾ. വിമർശനങ്ങളെ നിർദ്ദേശങ്ങളായി പരിഗണിച്ചാണ് കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ചതെന്ന് മേയർ AK പ്രേമജം. നല്ല കാര്യങ്ങൾ ചെയ്തതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും മേയർ. ഇന്ദിരാഗാന്ധിയുടെ 31ാം ചരമദിനം. ദേശീയ പുനരർപ്പണ ദിനത്തിൽ വിവിധ അനുസ്മരണ പരിപാടികൾ. ഉദ്യോഗസ്ഥരല്ല, ജനപ്രതിനിധികളാണ് കാര്യങ്ങൾ തീരുമാനിക്കുകയെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മാണി രാജിവെക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും കുഞ്ഞാലിക്കുട്ടി. വാർത്തകൾ വിശദമായി. ഉദ്യോഗസ്ഥർക്ക് അവരുടേതായ അധികാരപരിധിയുണ്ടെന്നും അതിൽ നിന്നുകൊണ്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂവെന്നും വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. KM മാണിയുടെ രാജിക്കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും അവരുടേതായ അധികാരപരിധിയുണ്ടെന്ന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഉദ്യോഗസ്ഥർ അവർക്ക് തോന്നുന്നതുപോലെ സംസാരിക്കാൻ പാടില്ല. ജനാധിപത്യ സംവിധാനത്തിൽ ജനപ്രതിനിധികളാണ് ഏറ്റവും മുകളിൽ. ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ താഴെ വരൂ. ഇക്കാര്യങ്ങളിൽ മുഖ്യമന്ത്രി കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ തെരഞ്ഞെടുപ്പ് മുഖാമുഖം പരിപാടിയിൽ തോമസ് ജേക്കബ് ഉൾപ്പെടെയുള്ള IPS ഉദ്യോഗസ്ഥർ സർക്കാരിനെതിരെ നടത്തുന്ന വിമർശനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി. ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഗവൺമെന്റാണ് അധികാരത്തിലിരിക്കുന്നത് എങ്കിൽ ജനങ്ങളുടെ പ്രതിനിധികൾ കാര്യം തീരുമാനിക്കും. അല്ലാതെ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കുന്ന സ്ഥിതിയോ അവർ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന സ്ഥിതിയോ സംസ്ഥാനത്ത് വരില്ല. കാരണം ഇത് വളരെയധികം അഭ്യസ്തവിദ്യരുള്ളൊരു സ്റ്റേറ്റ് അല്ലേ. ബാർക്കോഴ കേസിൽ അന്വേഷണം തുടരാനുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മന്ത്രി KM മാണി രാജിവെക്കേണ്ടതില്ല. മന്ത്രിപദവിയിൽ തുടരുന്നതിന്റെ ധാർമ്മികത സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയാക്കേണ്ടതില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം സൌകര്യം പോലെ അക്കാര്യങ്ങൾ ചർച്ച ചെയ്യാം. മുമ്പ് ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ രാജിവെച്ച സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യവും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടതില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഞാൻ ചെയ്തതുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്തണ്ട. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. ഒരു അന്വേഷണം വീണ്ടും നടത്തണം എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അതിന്റെ പേരിൽ ഒരു രാജി എടുത്തു ചാടി ഒരു രാജി ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ വക വിഷയങ്ങളൊക്കെ കുറച്ചുകൂടി ക്വയറ്റായിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. അല്ലാതെ ഇപ്പോൾ ഒരു രാജിയുടെ ആവശ്യം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കമാൽ വരദൂർ, ജോയിന്റ് സെക്രട്ടറി KC റിയാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിമർശനം ഉൾപ്പെടെ നിർദ്ദേശങ്ങളായി പരിഗണിച്ച് അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടാണ് താൻ കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ചതെന്ന് മേയർ AK പ്രേമജം. പരിമിതികൾക്കുള്ളിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തോടെയാണ് പടിയിറങ്ങുന്നതെന്നും മേയർ തന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ കുറവാണ് താൻ അനുഭവിച്ച വെല്ലുവിളിയെന്നും മേയർ കൂട്ടിച്ചേർത്തു. അപ്പം നിങ്ങൾ വിമർശിച്ചാലും അതിലെന്തോ കാര്യങ്ങളുണ്ട്, അതിനനുസരിച്ച് പരിശോധിച്ച് മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങളായിട്ട് കണ്ടുകൊണ്ടാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ വിമർശിച്ചാലും ആ വിമർശനം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങളോട് നന്ദി പറയുന്നത്. പരിമിതി എന്ന് പറയുന്നത് ഒന്ന്, മിഡിൽ റങ് ആൻഡ് ലോവർ റങ് സ്റ്റാഫില്ലാത്ത അവസ്ഥ. ഈ ഓവർസിയർമാരും AEമാരാണ് ആക്ച്വലി ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവർ. അത് ഓവർസിയർമാർ ഏകദേശം 7ഓളം പേരില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ AEമാരും ഫുള്ളായിട്ട് എക്വിപ്ഡ് അല്ല. അത് രണ്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നത്തിൻ്റെ വോളിയം കൂടുകയല്ലേ ചെയ്യുന്നത്. ആ ഒരു പ്രയാസം നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് ഈ 5 വർഷം.
ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 31ാം ചരമദിനത്തിൽ ജില്ലയിൽ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരള NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ദേശീയ പുനരർപ്പണ ദിനമായി ആചരിച്ചു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കിഡ്സൺ കോർണറിൽ നടന്ന പരിപാടി ഡോക്ടർ ആർസു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 31ാം ചരമദിനം കേരള NGO അസോസിയേഷൻ നേതൃത്വത്തിൽ ദേശീയ പുനരർപ്പണ ദിനമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം പുഷ്പാർച്ചനയും ദേശീയ പുനരർപ്പണ ദിന പ്രതിജ്ഞയുമെടുത്തു. NGO അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മിഠായിത്തെരുവ് സഞ്ചാര സാഹിത്യകാരൻ SKയുടെ പ്രതിമയ്ക്ക് സമീപം നടന്ന പരിപാടി സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ ആർസു ഉദ്ഘാടനം ചെയ്തു. ദേശീയ പുനരർപ്പണ പ്രതിജ്ഞ ആർസു ചൊല്ലിക്കൊടുത്തു. സംരക്ഷിക്കുന്നതിനും ശക്തിപ്പെടുത്താനും ഒരിക്കലും അക്രമമാർഗം സ്വീകരിക്കില്ലെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രധാനമന്ത്രിയെ അവരുടെ തന്നെ സ്റ്റാഫിലുള്ള അവർക്ക് സംരക്ഷണം നൽകുവാൻ നിയമം കൊണ്ടും ധാർമ്മികത കൊണ്ടുമൊക്കെ ബാധ്യസ്ഥരായിരുന്നിട്ടുള്ള ചില സെക്യൂരിറ്റി ഭടന്മാർ അവരെ നിർദ്ദയം വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്ത നമ്മളുടെയൊക്കെ മനസ്സിലാക്കി എത്തിയിരിക്കുന്ന ആ ദുർദിനത്തിന്റെ സ്മരണകൾ നമ്മുടെ മനസ്സിലുണ്ടാകും. NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MA ഖാദർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി NP ബാലകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം M പ്രകാശൻ, ജോസഫ് തോമസ്, M ഷിബു, ഷിജു K നായർ, P വിനയൻ, KC റസാഖ് എന്നിവർ സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചരണങ്ങൾക്ക് പൂർണ്ണ വിരാമം. വൈകുന്നേരം 5 മണിയെന്ന പരിധിക്കുള്ളിൽ തങ്ങളുടെ അവസാനത്തെ അപേക്ഷയും വോട്ടർമാരിൽ എത്തിക്കാനുള്ള മത്സരത്തിലായിരുന്നു അണികളും സ്ഥാനാർത്ഥികളും. നേരത്തെ തന്നെ നഗരവീഥികളും ഗ്രാമപാതകളും പ്രചരണ വാഹനങ്ങൾ കൈയടക്കിയിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തിൽ കൊട്ടിക്കലാശത്തിൽ നഗരം മുങ്ങി. ഇടതു വലതു മുന്നണികളും BJPയും സ്വതന്ത്രന്മാരും വാദ്യമേള ഘോഷങ്ങളോടെ തുറന്ന വാഹനങ്ങളിൽ നഗരത്തിൽ പ്രചരണം കൊഴുപ്പിച്ചു. ജനപ്രതിനിധികളും പാർട്ടികളുടെ കീഴ്ഘടകം മുതൽ ദേശീയതലത്തിലെ നേതാക്കന്മാർ വരെ കൊട്ടിക്കലാശത്തിൽ പങ്കാളികളായി. SDPI, വെൽഫെയർ പാർട്ടി, ആം ആദ്മി, ജനകീയ വികസന മുന്നണി, RMP എന്നിവരെല്ലാം കൊട്ടിക്കലാശത്തിൽ തങ്ങളുടെ കരുത്ത് തെളിയിച്ചു. ആവേശം അതിര് കടക്കാതിരിക്കാൻ ജില്ലയിൽ ശക്തമായ പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. ശനിയാഴ്ച ഉച്ചയോടെ തന്നെ പ്രചരണത്തിന്റെ സമാപന ഒരുക്കങ്ങൾ തുടങ്ങി. വനിതകളടക്കമുള്ളവർ തെരുവിലെത്തി. 5 മണിയോടെ തന്നെ കൊട്ടിക്കലാശം അവസാനിപ്പിച്ച് പിരിഞ്ഞുപോയി. ഞായറാഴ്ച നിശബ്ദ പ്രചരണം. നവംബർ 2 രാവിലെ 7 മണി മുതൽ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പോളിംഗ് ബൂത്തിലേക്ക്. സെന്റ് തെരേസ ആവിലയുടെ 500ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് രൂപതയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. എരഞ്ഞിപ്പാലം നവജ്യോതി റിന്യൂവൽ സെന്ററിൽ നടന്ന സെമിനാർ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. ആവിലയിലെ അമ്മ ത്രേസ്യയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് രൂപതയുടെ ആഭിമുഖ്യത്തിൽ എരഞ്ഞിപ്പാലം നവജ്യോതി റിന്യൂവൽ സെന്ററിൽ സെമിനാർ നടന്നു. രൂപത അധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ AM അഷ്മിന AC, ജസ്റ്റിൻ പനക്കൽ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. തുടർന്ന് ചർച്ചയും നടന്നു. മംഗലാപുരം സെന്റ് ജോസഫ് ഇൻഡോ ഡിയോസിൻ സെമിനാരി ഫിലോസഫി വിഭാഗം തലവൻ ഡോക്ടർ ജെൽസൺ പുത്തൻവീട്ടിൽ മോഡറേറ്ററായിരുന്നു. പോൾ പേഴ്സി ഡിസിൽവ, ടോണി ഗ്രാഷ്യസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അമത്രേസിയുടെ സർഗാത്മക കഴിവുകളെ കുറിച്ചും പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ചും ഞാനിവിടെ പറയുന്നില്ല, അതൊക്കെ ജസ്റ്റിൻ അച്ഛൻ പറയുന്നതായിരിക്കും. പക്ഷേ ക്രിസ്തുവാനുഭവങ്ങളുടെ വ്യതിരിക്തതയെ കുറിച്ച് 2 വാക്ക് പറയാനാകും. യേശു രക്ഷകനും ദൈവവും നാഥനും വിശ്വസ്തനായ സുഹൃത്തുമായിരുന്നു. ക്രിസ്തുവുമായി നിരന്തരം സംവദിക്കുന്ന ഒരു വിശുദ്ധിയായിരുന്നു എന്ന് കാണാൻ പറ്റും. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്.
വാർത്തകൾ തുടരുന്നു. സ്പെഷ്യൽ സ്കൂൾ എംപ്ലോയീസ് യൂണിയന്റെ കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകൻ തായാട്ട് ബാലൻ ഉദ്ഘാടനം ചെയ്തു. മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ ക്ഷേമത്തിനായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സ്പെഷ്യൽ സ്കൂൾ എംപ്ലോയീസ് യൂണിയൻ. അംഗീകൃത സ്പെഷ്യൽ സ്കൂളുകളുടെ അധ്യാപക, അനധ്യാപക ജീവനക്കാർ ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരമാണ് സംഘടന രൂപീകരിച്ചത്. സ്പെഷ്യൽ സ്കൂൾ എംപ്ലോയീസ് യൂണിയന്റെ കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകൻ തായാട്ട് ബാലൻ ഉദ്ഘാടനം ചെയ്തു. തികച്ചും നിർമ്മാണാത്മകമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ മുമ്പിൽ വെക്കാനും കുട്ടികൾക്ക് ഈ ആവശ്യങ്ങൾ നേടിക്കൊടുക്കാനും പഞ്ചായത്ത് ലെവലിലും മേലോട്ടും സഹകരിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ ആയിരിക്കും. അധിപന്മാർക്ക് നമ്മുടെ സഹായം ചെയ്തുകൊണ്ട് അവരോടും സഹകരിക്കുന്ന ഒരു സംഘടനയാണ് നമുക്ക് വേണ്ടത്. അഡ്വക്കേറ്റ് എം രാജൻ, കാർപ്പ് ചെയർമാൻ എൻ യഹിയ ഖാൻ എന്നിവർ സംസാരിച്ചു. SSCU സംസ്ഥാന പ്രസിഡന്റ് എം മൻസൂർ, PKM സിറാജ്, ടി പ്രഭാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 35 വർഷമായി താമസിച്ചു വരുന്ന വീട്ടിലേക്കുള്ള വഴി കൊട്ടിയടച്ച് പട്ടികജാതിക്കാരനായ വികലാംഗനെ സ്വകാര്യ വ്യക്തി ദ്രോഹിക്കുകയാണെന്ന് വേലായുധൻ നിയമസഹായ കർമ്മസമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 4 വർഷം മുൻപ് കോടതി വിധി സമ്പാദിച്ചുകൊണ്ടാണ് അയൽവാസിയായ പ്രസന്നകുമാരി വേലായുധന്റെ വീട്ടിലേക്കുള്ള വഴി അടച്ചത്. ഇത് കോടതി ഏർപ്പെടുത്തിയ കമ്മീഷന്റെ തെറ്റായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്ന തരത്തിലുള്ള വഴി വേലായുധന്റെ വീട്ടിലേക്ക് തുറന്നുകൊടുക്കണമെന്നും കർമ്മസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇവര് കോടതിയിൽ പോയതും. എന്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഡിവൈഎഫ്ഐക്കാർക്ക് ഇടപെടാറുണ്ട്. ഞങ്ങളാരും കുറ്റം പറയില്ല. പക്ഷെ ഇവരെ കാര്യത്തിൽ മാത്രം അവർ ഇടപെട്ടില്ല. അതൊരു അവര് വിചാരിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന പ്രശ്നങ്ങൾ മറ്റേ പാർട്ടിക്കാരോടും മറ്റേ എതിർകക്ഷികളും ഇവരുടെ പാർട്ടിക്കാരാണ്. അവര് വിചാരിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം തീർക്കാവുന്നതേ. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല. ഇവരിപ്പോ 4-5 മാസത്തോളമായി വാടക വീട്ടിലാണ് താമസം. ഇദ്ദേഹത്തിന് വരുമാനമൊന്നുമില്ല. മന്ത്രി KM മാണിയെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് പുറത്താക്കണമെന്ന് INL. എന്നാൽ മന്ത്രി രാജിവെക്കേണ്ടതില്ലെന്ന BJP ഭാവി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന കേന്ദ്ര സർക്കാരും അവരെ സംരക്ഷിക്കുന്നതിന്റെ തെളിവാണെന്നും INL നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഏറ്റവും വലിയ സംസാര വിഷയമായിട്ടുള്ള മാണിയുടെ കോഴ വിവാദ സംബന്ധിച്ചുള്ള കോടതിയുടെ വിധി, ഞങ്ങളുടെ ഭാഷയിൽ മാണി മാത്രം രാജിവെച്ചാൽ പോരാ, കേരള മന്ത്രിസഭ ഒന്നടങ്കം രാജിവെക്കണം എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ അഭിപ്രായങ്ങൾ. വിശ്വമാനവികതാ ബോധം വളർത്തുന്നത് രാഷ്ട്ര തലവന്മാരല്ലെന്നും വിവർത്തകരാണെന്നും വിവർത്തകരുടെ വട്ടമേശ സമ്മേളനം അഭിപ്രായപ്പെട്ടു. ഭാഷാ സമന്വയവേദിയും അൽഫവൻ പബ്ലിക്കേഷൻസും ചേർന്ന് സ്പോർട്സ് കൌൺസിൽ ഹാളിലാണ് വിവർത്തകരുടെ വട്ടമേശ സമ്മേളനം സംഘടിപ്പിച്ചത്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് കഴിയുന്നവരുടെയും ജീവിത സാഹചര്യങ്ങൾ വർണ്ണിക്കുന്ന എഴുത്തുകാരുടെ കൃതികൾ വിവർത്തനങ്ങളിലൂടെ അന്യഭാഷകളിലേക്ക് കടന്നെത്തുമ്പോഴാണ് മാനവ സൌഹൃദം ഉണ്ടാകുന്നത്. ഇന്ത്യക്കാരനായ ടാഗോറും റഷ്യക്കാരനായ ടോൾസ്റ്റോയും വിശ്വപൗരനായത് വിവർത്തനങ്ങളുടെ തലത്തിലാണ്. സാങ്കേതികവിദ്യ എത്ര തന്നെ വികസിച്ചാലും മനുഷ്യന്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ആവിഷ്കരിക്കാൻ ഒരു യന്ത്രത്തിനുമാകില്ല. അവ ഒപ്പിയെടുക്കുന്നത് എഴുത്തുകാരാണ്. മലയാളിയുടെ ഹൃദയവിശാലതയും സാംസ്കാരിക അവബോധവും വളർത്തിയെടുക്കുന്നതിൽ വിവർത്തകർ വഹിച്ച പങ്ക് സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിന്റെ ഭാഗമാണ്. മലയാള കൃതികൾ മറ്റു ഭാഷകളിലേക്ക് എത്തുന്നതിനുള്ള മാർഗങ്ങളും സുഗമമാകേണ്ടതുണ്ടെന്നും വിവർത്തകർ അഭിപ്രായപ്പെട്ടു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ആർ സു മോഡറേറ്ററായിരുന്നു. PM നാരായണൻ, ഉള്ളൂർ M പരമേശ്വരൻ, ഡോക്ടർ C രാജേന്ദ്രൻ, CV സുധീന്ദ്രൻ, ഡോക്ടർ PK രാധാമണി, SA ഗുഡ്സി, ഡോക്ടർ PK ചന്ദ്രൻ, CP ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ MK പ്രീത വിവർത്തനം ചെയ്ത നിർമ്മൽ വർമ്മയുടെ കഥകൾ UK കുമാരനും ഡോക്ടർ PK രാധാമണി വിവർത്തനം ചെയ്ത മൈഥിലി കഥകൾ ഡോക്ടർ C രാജേന്ദ്രനും പ്രകാശനം ചെയ്തു. K ഭരതേശ്വരി, ഡോക്ടർ ആർ സു എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. തെരഞ്ഞെടുപ്പ് പരാജയ ഭീതിയിൽ വിളറി പിടിച്ചാണ് UDF കോൺട്രസ്റ്റ് ഭൂമി ഇടപാട് സംബന്ധിച്ച് ആരോപണവുമായി രംഗത്ത് വന്നതെന്ന് LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭൂമി ഇടപാട് സംബന്ധിച്ച് അപകീർത്തികരമായ ആരോപണം ഉന്നയിച്ച DCC പ്രസിഡന്റ് KC അബുവിനെതിരെ VKC മുഹമ്മദ് കോയ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് MK ദിനേശൻ മുഖേനയാണ് നോട്ടീസ് അയച്ചത്. കോൺട്രസ്റ്റ് ഭൂമി ഇടപാടിൽ DCC പ്രസിഡന്റ് KC അബു നടത്തിയ ആരോപണം കോടതി കയറുന്നു. അപകീർത്തികരമായ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് LDFന്റെ മേയർ സ്ഥാനാർത്ഥി കൂടിയായ VKC മുഹമ്മദ് കോയ KC അബുവിന് വക്കീൽ നോട്ടീസ് അയച്ചു. 2 ദിവസത്തിനകം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ 1 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിയമ നടപടിയെടുക്കുമെന്നാണ് അഡ്വക്കേറ്റ് MK ദിനേശ് മുഖേന അയച്ച നോട്ടീസിലുള്ളത്.
CPM നേതാക്കൾ ഡയറക്ടർമാരായ സൊസൈറ്റി, കോംട്രസ്റ്റ് ഭൂമി, LDF മേയർ സ്ഥാനാർത്ഥിക്ക് മറിച്ചുവിറ്റെന്ന പരാമർശം മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ്. നഗരസഭയുടെ 41-ാം വാർഡിൽ മത്സരിക്കുന്നയാളെ താഴ്ത്തിക്കെട്ടുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടി. KC അബുവിന്റെ വിവാദ പരാമർശത്തിനെതിരെ CPM ജില്ലാ കമ്മിറ്റി രംഗത്തെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയ ഭീതിയാണ് പ്രസ്താവനയ്ക്ക് പിന്നിലുള്ളതെന്നും ഭൂമി കച്ചവടം ആർക്കാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാമെന്നും ജില്ലാ സെക്രട്ടറി P. മോഹനൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ ചില രേഖകളും അതുപോലെ ചില ആധാരങ്ങളും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചതായിട്ട് ചില മാധ്യമങ്ങൾ കാണാനിടയായി. അദ്ദേഹത്തിന്റെ കയ്യിൽ ധാരാളം ആധാരങ്ങൾ, അന്യരുടേതും പലരുടെയും ആധാരങ്ങളും അതുപോലെ സ്ഥലം ഇടപാട് സംബന്ധിച്ചിട്ടുള്ള പരസ്പരം ഉണ്ടാക്കിയ എഗ്രിമെന്റിന്റെ കോപ്പിയും സ്റ്റാമ്പ് പേപ്പറും എല്ലാം കൈവശമുള്ള ഒരാളാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ ചെയ്തികളെ സംബന്ധിച്ച് ബോധ്യമുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അതെല്ലാം അദ്ദേഹത്തിന് ഭൂഷണമായിരിക്കാം. പക്ഷേ ഞങ്ങള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ മുന്നണിയുടെ ചുമതലക്കാരോ അങ്ങനെ എന്തെങ്കിലും കുറെ ആള് ഇതുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ അത്തരം രേഖകൾ കൈവശം വെക്കുന്ന ആളല്ല. പാർട്ടിയെയും സ്ഥാനാർത്ഥിയെയും വ്യക്തിഹത്യ ചെയ്യുക മാത്രമാണ് DCC പ്രസിഡന്റ് ലക്ഷ്യമിട്ടതെന്നും ഇത് നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP ദാസൻ, M. ഭാസ്കരൻ, CP ജില്ലാ സെക്രട്ടറി TV ബാലൻ, A. പ്രദീപ് കുമാർ MLA, VKC മുഹമ്മദ് കോയ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. അച്ഛാ, എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. വികസനത്തിനായി മാതൃകാ ഭരണം വാഗ്ദാനം ചെയ്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക BJP പുറത്തിറക്കി. സദാചാരത്തിന്റെ മേലങ്കി അണിഞ്ഞ VM സുധീരനും AK ആന്റണിയും കപട സദാചാരം പറഞ്ഞു നടക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ കള്ളനാണയങ്ങളാണെന്നും പ്രകടന പത്രിക പ്രകാശനം ചെയ്ത് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ പറഞ്ഞു. സ്ഥാനാർത്ഥിയും ജില്ലാ ഉപാധ്യക്ഷയുമായ P. രമണിഭായ് പത്രിക സ്വീകരിച്ചു. ബാർക്കോഴ അഴിമതിയിൽ KM മാണിയെ സംരക്ഷിക്കാനാണ് KPCC പ്രസിഡന്റ് VM സുധീരനും AK ആന്റണിയും ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. BJPയുടെ പ്രകടന പത്രിക BJP സംസ്ഥാന ഉപാധ്യക്ഷ രമണിഭായിക്ക് നൽകി പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സദാചാരം, ഞാൻ വലിയ സദാചാരവാദിയാണെന്ന് പറയുന്ന ഈ ആന്റണിയും സുധീരനുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ കള്ളനാണയങ്ങൾ. അവർക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, അവർ അഴിമതിക്കെതിരെ എന്തെങ്കിലും ഒരു നിലപാടെടുക്കുന്ന ഈ നിമിഷം ശ്രീ K. മാണിയെ കൊണ്ട് രാജിവെപ്പിക്കേണ്ടത്. സദാചാരത്തിന്റെ മേലങ്കി അണിഞ്ഞ VM സുധീരനും AK ആന്റണിയും കപട സദാചാരം പറഞ്ഞു നടക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ കള്ളനാണയങ്ങളാണ്. മലബാറിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കച്ചവടമാണെന്നും കോൺഗ്രസിനെ ഒഴിവാക്കി ലീഗ് CPM തമ്മിൽ ധാരണയാക്കിയതായും ലീഗ് CPMന് ആന്തൂർ മുനിസിപ്പാലിറ്റി വിട്ടുകൊടുത്തത് ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP എവിടെയുണ്ടോ അവിടെ ലീഗ് CPM തമ്മിൽ ധാരണയായി തെരഞ്ഞെടുപ്പ് നിഷ്പ്രഭമാക്കാനാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. മുസ്ലിം ലീഗ് CPM ബന്ധം മറച്ചുപിടിക്കാനാണ് BJPക്ക് സഖ്യമുണ്ടെന്ന് പറയുന്നതെന്നും വാസ്തവത്തിൽ UDF LDF ധാരണയിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും K. സുരേന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു. എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയും പണം സമ്പാദിക്കുക എന്നതിനേക്കാൾ സാമൂഹിക സേവനമാകണം ലക്ഷ്യം വെക്കേണ്ടതെന്ന് DMRC മുഖ്യ ഉപദേഷ്ടാവ് E. ശ്രീധരൻ. വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ദേശീയ സെമിനാറിന് തുടക്കമായി. എഞ്ചിനീയറിംഗ് മേഖലയിലെ നൂതന മാറ്റങ്ങൾ എന്ന സെമിനാർ DMRC മുഖ്യ ഉപദേഷ്ടാവ് ഡോക്ടർ E. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയും പണം സമ്പാദിക്കുക എന്നതിനേക്കാൾ സാമൂഹിക സേവനമാകണം ലക്ഷ്യം വെക്കേണ്ടതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. Again, it is the virtuous knowledge that takes you to the virtuous character that takes you to knowledge. Our scriptures again say, Sattvat Jayate Jnanam.
I'm talking sometimes Sanskrit. You may not. That's why I'm translating in English straight away. Sattvat jayate jnana. 2 ദിവസങ്ങളിലായാണ് സെമിനാർ നടക്കുന്നത്. രാജ്യത്ത് എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾ കൂണുപോലെ പൊട്ടിമുളയ്ക്കുന്നുണ്ടെങ്കിലും ഇവയിൽ ഭൂരിഭാഗവും ബിസിനസ് സ്ഥാപനങ്ങളായി മാത്രം ഒതുങ്ങുന്നു. സാമൂഹിക പ്രതിബദ്ധതയും മൂല്യബോധവുമുള്ള തലമുറയെ വാർത്തെടുക്കാനാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രമിക്കേണ്ടത്. രാജ്യം പുരോഗതി കൈവരിക്കണമെങ്കിൽ എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരും മുൻകൈയെടുക്കണം. ഒരു രാഷ്ട്രീയക്കാരനോ സർക്കാർ ഉദ്യോഗസ്ഥനോ ചെയ്യാൻ സാധിക്കുന്നതിൽ കൂടുതലായി ഇക്കാര്യത്തിൽ വ്യത്യസ്തത സൃഷ്ടിക്കുവാൻ സാധിക്കുക ശാസ്ത്രജ്ഞന്മാർക്കും എഞ്ചിനീയർമാർക്കുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രിൻസിപ്പൽ ഡോക്ടർ ടി.പി. ബൈജുഭായ്, ഡോക്ടർ അഞ്ജന ശാന്തകുമാർ, കെ. ഗോപാലകൃഷ്ണൻ, പ്രൊഫസർ കെ. സഞ്ജയ്, ഡോക്ടർ പി. സജിത്ത് എന്നിവർ സംസാരിച്ചു. കാലിക്കറ്റ് NIT പ്രൊഫസർ ഡോക്ടർ N. ഗണേശൻ, സജിത് ഭാസ്കർ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് എന്നീ വിഭാഗങ്ങളിലായാണ് സെമിനാറുകൾ സംഘടിപ്പിച്ചത്. സിനിമാ പ്രേക്ഷകരെ കുറിച്ച് അണിയറ പ്രവർത്തകരുടെ ധാരണ തിരുത്താൻ സമയമായെന്ന് സംവിധായകൻ സലീം അഹമ്മദ്. ബർമുടയും വാട്സപ്പുമാണ് ന്യൂ ജനറേഷനെന്ന് അഭിപ്രായമില്ല. സത്യസന്ധമായി കഥ പറഞ്ഞാൽ സ്വീകരിക്കുമെന്നതിന്റെ തെളിവാണ് പത്തേമാരിക്ക് ലഭിച്ച സ്വീകാര്യതയെന്നും സലീം അഹമ്മദ് കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ പറഞ്ഞു. അവാർഡ് മുദ്ര ചാർത്തുന്നത് മലയാള സിനിമയ്ക്ക് തിരിച്ചടിയാണ്. ആദ്യ സിനിമയായ ആദാമിന്റെ മകൻ അബുവിന് ദേശീയ അവാർഡ് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ സാമ്പത്തിക വിജയം ലഭിക്കുമായിരുന്നു. അവാർഡ് സിനിമയാണെന്ന മുൻധാരണ പത്തേമാരിയുടെയും ആദ്യ ഷോകളിൽ പ്രേക്ഷകരെ അകറ്റി. മമ്മൂട്ടി അഭിനയിച്ചിട്ടും പത്തേമാരിയുടെ സാറ്റലൈറ്റ് അവകാശം വാങ്ങാൻ ആരും തയ്യാറായില്ല. അവാർഡ് ചിത്രമെന്ന ഭയമാണ് അവരെ പിന്തിരിപ്പിച്ചത്. പ്രവാസി ജീവിതത്തെക്കുറിച്ച് പറഞ്ഞതിനേക്കാൾ ഏറെ പറയാത്തവയാണ്. പ്രവാസത്തിന്റെ വേദനകൾ പങ്കുവയ്ക്കുന്ന സിനിമ 2 വർഷമെടുത്താണ് പൂർത്തിയാക്കിയത്. സിനിമയിലെ ഓരോ കാര്യങ്ങളും ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ്. 80കളിലെ പ്രവാസി ലോകം മനസ്സിലാക്കാൻ അക്കാലത്ത് പ്രവാസം നയിച്ചവരെ കണ്ട് സംസാരിച്ചു. 80കളിൽ ഉണ്ടായിരുന്ന പല സാധന സാമഗ്രികളും കണ്ടെത്തി ഫോട്ടോ എടുത്ത് അതുപോലെ വേറെ നിർമ്മിക്കുകയായിരുന്നു. പ്രവാസികളുമായുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയ അന്നത്തെ ഭീകരതയുടെ 10% മാത്രമേ സിനിമയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളൂ. 80കളിലേക്ക് മടങ്ങിപ്പോകാൻ ചിട്ടയായ ഗവേഷണം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നവംബർ 19 സിനിമ ഗൾഫിൽ റിലീസ് ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷം വഹിച്ചു. KC റിയാസ്, AB ഫർദീസ് എന്നിവർ സംബന്ധിച്ചു. 2016 അവസാന വാരം കോഴിക്കോട്ട് നടക്കുന്ന നാഗ്ജി ഫുട്ബോൾ ടൂർണമെന്റിന് പരിശീലന മൈതാനങ്ങൾ ഒരുങ്ങുന്നു. മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ മുഖ്യ സ്റ്റേഡിയത്തിന് സമീപം പരിശീലന മൈതാനത്തിന്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങി. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഗ്രൌണ്ട് നിരപ്പാക്കുന്ന പ്രവൃത്തിയാണ് ആദ്യഘട്ടമായി നടക്കുന്നത്. നാഗ്ജി ഇന്റർനാഷണൽ ക്ലബ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള 4 പരിശീലന ഗ്രൌണ്ടുകളുടെ നിർമ്മാണം ആരംഭിച്ചു. മെഡിക്കൽ കോളേജ് സിന്തറ്റിക് സ്റ്റേഡിയത്തിന് സമീപമുള്ള മൈതാനം ഫുട്ബോൾ ഗ്രൌണ്ടാക്കുന്ന പ്രവൃത്തിക്ക് തുടക്കം കുറിച്ച് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PV നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. നാഗ്ജി ടൂർണമെന്റിന്റെ പ്രൊമോട്ടർമാരായ ആസ്പെൻ സ്പോർട്സ് ഇന്ത്യ ലിമിറ്റഡ് CEO അംജദ് കോട്ട, സൗദി ഫുട്ബോൾ ഫോറം പ്രസിഡന്റ് ഹിഫ്സു റഹ്മാൻ, KDFA വൈസ് പ്രസിഡന്റുമാരായ E. കുട്ടിശങ്കരൻ, C. ഉമർ, ആസ്പെൻ വൈസ് ചെയർമാൻ അബ്ദുറഹ്മാൻ അമ്പലപ്പള്ളി, കോർഡിനേറ്റർ റഫീഖ് കണ്ണൂർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നാഗ്ജി ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ പരിശീലനത്തിനായി രാജ്യാന്തര നിലവാരത്തിലുള്ള 4 പുതിയ സ്റ്റേഡിയങ്ങളാണ് KDFA നിർമ്മിക്കുന്നത്. സെന്റ് ജോസഫ് കോളേജ് ഗ്രൌണ്ട് ദേവഗിരി, ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ട്, JDT ഇസ്ലാം സ്കൂൾ ഗ്രൌണ്ട് എന്നിവയാണ് മറ്റു ഗ്രൌണ്ടുകൾ. കഴിഞ്ഞ ദിവസം ആരംഭിച്ച മെഡിക്കൽ കോളേജ് ഫുട്ബോൾ ഗ്രൌണ്ടിന്റെ നിർമ്മാണത്തിന് 46 ലക്ഷമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഈ സ്ഥലത്ത് വെള്ളക്കെട്ടുണ്ടാകുമെന്നതിനാൽ ഗ്രൌണ്ട് 1.5 അടി ഉയർത്തുന്നുണ്ട്. 110 × 70 മീറ്റർ വലിപ്പത്തിലായിരിക്കും ഗ്രൌണ്ട് നിർമ്മിക്കുന്നത്. 105 × 68 മീറ്റർ ആയിരിക്കും പ്ലേ ഫീൽഡ്. മറ്റു ഗ്രൌണ്ടുകളുടെ നിർമ്മാണത്തിന് 31 ലക്ഷം വീതമാണ് ചെലവ് കണക്കാക്കുന്നത്. ഇതോടൊപ്പം ടൂർണമെന്റ് നടക്കുന്ന കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഗ്രൌണ്ടിന്റെ കൂടുതൽ ഭാഗം ടർഫ് ചെയ്യുന്നതുൾപ്പെടെയുള്ള 20 ലക്ഷത്തിന്റെ നവീകരണവും KDFA നടത്തും. നിലവിലെ കോർപ്പറേഷൻ സ്റ്റേഡിയം ഉൾപ്പെടെ നിർമ്മിച്ച ഷാജു ടർഫിംഗ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് ആണ് 4 പരിശീലന ഗ്രൌണ്ടുകളും നിർമ്മിക്കുന്നത്. 3 ഗ്രൌണ്ടുകളുടെ നിർമ്മാണം ചൊവ്വാഴ്ച ആരംഭിക്കും. ജനുവരി 22 മുതൽ ഫെബ്രുവരി 7 വരെയാണ് നാഗ്ജി ടൂർണമെന്റ്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ അവസാന നാളുകളിൽ മുന്നണികളും സ്വതന്ത്രരും സജീവമായിരുന്നു. റോഡ് ഷോകളും പൊതുസമ്മേളനങ്ങളും നടന്നു. ഗൃഹസമ്പർക്ക പരിപാടികളും അവസാന ഘട്ടത്തിലാണ്. നവംബർ 2-നാണ് കോഴിക്കോട്ട് തെരഞ്ഞെടുപ്പ്. അരക്കണറിൽ സംഘടിപ്പിച്ച കോർപ്പറേഷൻ 52-53 വാർഡ് UDF യോഗം KPCC സെക്രട്ടറി K. പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രൈമറി ടീച്ചർ എന്റെ അധ്യാപികയാണ്. ഈ ടീച്ചറും ഈ കാട്ടു കള്ളന്മാരുടെ കൂട്ടം കൂടിയിട്ട് നശിച്ചു പോയുള്ള ദുഃഖമാണ് നമുക്കുള്ളത്.
അടിക്കും ഞങ്ങൾ, പൊളിക്കും ഞങ്ങൾ, അടിച്ചു പൊളിച്ച് നിരത്തുന്നതായിട്ട് നമ്മൾ ചെലവിക്കാം. ഇവരിതിലാണ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രയും കാലമായിട്ട്? അടിക്കും പൊളിക്കും അടിച്ചു പൊളിച്ച് നിരത്താൻ ഇവർ ഉണ്ടാക്കി എടുത്തുണ്ടോ? AM അനിൽകുമാർ അധ്യക്ഷം വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ആദം മുൽസി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK അബ്ദുൽ ഗഫൂർ, മൻസൂർ അരീക്കാട്, MI മുഹമ്മദ് ഹാജി, P മൻസൂർ, A രാജേഷ്, സ്ഥാനാർത്ഥികളായ KK സൈഫുനിസ, P ഷെഫീഖ് എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ മാത്തോട്ടം 53-ാം വാർഡ് LDF തെരഞ്ഞെടുപ്പ് റാലി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളും ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരും അങ്ങേയറ്റത്തെ അരക്ഷിതത്വത്തിലാണ്. നിങ്ങൾ നോക്കൂ എന്തൊക്കെ നാട്ടിൽ നടക്കുന്നത്. കലാം കടുവാനത്ത് അധ്യക്ഷം വഹിച്ചു. തിരുവിച്ചിറ മോഹൻദാസ്, T ഹസൻ, KP ഹുസൈൻ, PP ബീരാൻകോയ, K സജീവോത്തമൻ, സ്ഥാനാർത്ഥി PK ഷാനിയ എന്നിവർ സംസാരിച്ചു. BJPയുടെ ഔദാര്യത്തിലാണ് CPMന് ദേശീയ പാർട്ടി എന്ന അംഗീകാരം ലഭിച്ചതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പറഞ്ഞു. 1ാം UPA സർക്കാരിന് പിന്തുണ നൽകിയ CPM BJPയോട് നന്ദികേടാണ് കാണിച്ചതെന്ന് നടുവട്ടത്ത് സംഘടിപ്പിച്ച BJP തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ CPM അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേരുകേടും നെറുകേടുമാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പുളിക്കൽ പുരുഷോത്തമൻ അധ്യക്ഷം വഹിച്ചു. ജില്ലാ സമിതി അംഗം AV ചന്ദ്രൻ, V മോഹനൻ, മഹിളാ മോർച്ച ജില്ലാ ട്രഷറർ രമ്യ മുരളി, രാധാകൃഷ്ണൻ പുനത്തിൽ, KP ബൈജു, സ്ഥാനാർത്ഥികളായ നെല്ലിക്കോട്ട് സതീഷ് കുമാർ, തോട്ടപ്പായിൽ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കോർപ്പറേഷൻ 63, 64 വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ മുഖാമുഖം പരിപാടി മുത്തപ്പൻകാവ് ജംഗ്ഷനിൽ നടന്നു. അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ് അധ്യക്ഷനായിരുന്നു. സ്ഥാനാർത്ഥികളായ ലളിതപ്രഭ, ദിവ്യലക്ഷ്മി, വൃന്ദാരാഘവൻ, ജോളി ജെറോം, ബിനുരാജ്, വെളുത്തൂർ ദിലീപ്, KP വിജയകുമാർ എന്നിവർ പങ്കെടുത്തു. ഫ്രണ്ട്സ് മുത്തപ്പൻകാവിന്റെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ 63, 64 വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ മുഖാമുഖം പരിപാടി നടന്നു. മുത്തപ്പൻകാവ് ജംഗ്ഷനിൽ നടന്ന മുഖാമുഖത്തിൽ അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ് അധ്യക്ഷനായി. 63-ാം വാർഡ് സ്ഥാനാർത്ഥികളായ LDFന്റെ ലളിതപ്രഭ, UDFന്റെ ദിവ്യലക്ഷ്മി, BJPയുടെ വൃന്ദാരാഘവൻ എന്നിവരും 64-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി ജോളി ജെറോം, LDF സ്ഥാനാർത്ഥി ബിനുരാജ്, BJP സ്ഥാനാർത്ഥി വെളുത്തൂർ ദിലീപ് എന്നിവരും മുഖാമുഖത്തിൽ പങ്കെടുത്തു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ KP വിജയകുമാറും പരിപാടിയിൽ പങ്കെടുത്തു. വാർഡുകളിലെ വികസനങ്ങളെക്കുറിച്ച് നിലവിലെ ഭരണകക്ഷികളും വികസന മുരടിപ്പുകളെക്കുറിച്ച് പ്രതിപക്ഷവും വാചാലരായി. കഴിഞ്ഞ 5 വർഷത്തേതിനേക്കാൾ വികസനങ്ങൾ ഈ വാർഡുകളിൽ നടപ്പാക്കുമെന്ന് ഇരു മുന്നണികളുടെയും നേതാക്കൾക്കൊപ്പം സ്വതന്ത്രരും വാഗ്ദാനം നൽകി. ഇപ്പോഴുള്ള റോഡുകളുടെയും മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെയും നില കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും സ്ഥാനാർത്ഥികൾ പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ. സ്ത്രീകൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന സ്തനാർബുദം തടയുന്നതിനും അതിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനുമായി ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ സ്തനാർബുദ അവബോധ ശില്പശാല നടത്തി. സെമിനാർ BMH ചെയർമാൻ ഡോക്ടർ KG അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. മലയാള മനോരമ ചീഫ് ന്യൂസ് എഡിറ്റർ PJ ജോഷ അധ്യക്ഷനായിരുന്നു. സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ സന്ദീപ് B പിള്ള, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ KV സജീവൻ, ഡോക്ടർ KS കൃഷ്ണകുമാർ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. പച്ചക്കറികളും പഴങ്ങളും ശരീരത്തിന് ഹാനികരം എന്ന ഹ്രസ്വ സിനിമ പുറത്തിറങ്ങിയതായി അണിയറ ശില്പികൾ അറിയിച്ചു. ഇപ്പോഴത്തെ ഭക്ഷണരീതി രോഗികളെ സൃഷ്ടിക്കുകയാണ്. മദ്യത്തിനും സിഗരറ്റിനും പുറത്ത് ഹാനികരം എന്നെഴുതിയതുപോലെ പച്ചക്കറികൾക്ക് പുറത്തും ഹാനികരം എന്നെഴുതേണ്ട കാലത്തിലേക്കാണ് നാം പോകുന്നതെന്നതാണ് സിനിമയുടെ സന്ദേശം. യൂട്യൂബിൽ സിനിമ കാണാവുന്നതാണെന്നും സംവിധായകൻ സച്ചിൻ രാജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വാർഡുകളിൽ അവരെ പിന്തുണക്കണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കോഴിക്കോട് കോർപ്പറേഷനിൽ 7 വാർഡുകളിലാണ് AAPക്ക് സ്ഥാനാർത്ഥികളുള്ളത്. മറ്റു വാർഡുകളിൽ അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്ന സ്ഥാനാർത്ഥികളെ പിന്തുണക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിമർശനങ്ങളെ നിർദ്ദേശങ്ങളായി പരിഗണിച്ചാണ് കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ചതെന്ന് മേയർ AK പ്രേമജം. നല്ല കാര്യങ്ങൾ ചെയ്തതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും മേയർ. ഇന്ദിരാഗാന്ധിയുടെ 31ാം ചരമദിനം. ദേശീയ പുനരർപ്പണ ദിനത്തിൽ വിവിധ അനുസ്മരണ പരിപാടികൾ. ഉദ്യോഗസ്ഥരല്ല ജനപ്രതിനിധികളാണ് കാര്യങ്ങൾ തീരുമാനിക്കുകയെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മാണി രാജിവെക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും കുഞ്ഞാലിക്കുട്ടി.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.